നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാശ്രമത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് കാഞ്ഞങ്ങാട്ട് നമ്മൾ കാണുന്നത്. അർജുൻ കല്യാൺ നമുക്കൊപ്പം. അർജുൻ കല്യാൺ, ഡിവൈഎഫ്ഐക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധം എത്തിയിരിക്കുകയാണ്. ഡിവൈഎസ്പി ഓഫീസിലേക്ക് ബാരിക്കേഡ് മറിക്കാനുള്ള ശ്രമത്തിലേക്കാണോ യൂത്ത് കോൺഗ്രസ് കടക്കുന്നത്? നേരത്തെയും ഇവിടെ ഡിവൈഎസ്പി ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ചുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് കൂടി ഡിവൈഎസ്പി ഓഫീസിലേക്ക് എത്തിയത്. ഇപ്പോൾ ബാരിക്കേഡ് കുലുക്കിക്കൊണ്ട് ഈ ബാരിക്കേഡ് ഏതെങ്കിലും തരത്തിൽ മറിച്ചിടാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ നോക്കുന്നത്. ഇപ്പോൾ മുദ്രാവാക്യം വിളികളുമായി ഇപ്പോൾ ബാരിക്കേഡിൻ്റെ ഒരു വശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്, മറുവശത്ത് പോലീസ് സന്നാഹവും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സമരം വലിയ രീതിയിലുള്ളൊരു സംഘർഷത്തിലേക്ക് എത്തിയിരുന്നു. മൻസൂർ ആശുപത്രിയിൽ നടന്നിട്ടുള്ള പ്രതിഷേധ മാർച്ച് ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസിനും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കുമെല്ലാം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഇന്നത്തെ ഈ ഒരു മാർച്ച് പോലീസിൻ്റെ നരനായാട്ടിലും മൻസൂർ ആശുപത്രിയിലെ ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്താത്ത പോലീസ് നടപടിയിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ മാർച്ച് ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസ് നടത്തിയത്. ഒരു വശത്ത് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ മറുവശത്ത് പ്രവർത്തകരും നിലയുറപ്പിക്കുകയാണ്. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചു നിർന്നു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. നേരത്തെ നമ്മൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ചിൽ ഒരു വശത്തോടുകൂടി അകത്തേക്ക് കടന്ന് ഈ ബാരിക്കേഡ് ഉറപ്പിച്ചു നിർത്താൻ കെട്ടിയിട്ടുള്ള വടം അതുപോലെ തന്നെ കയറുമൊക്കെ അഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മറുവശത്ത് നിലയുറപ്പിച്ചുകൊണ്ട് ഈ ബാരിക്കേഡ് പിടിച്ചു കുലുക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്നലെ നടന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ചിലാണ് വലിയ സംഘർഷമുണ്ടായത്. അതുകൊണ്ടുകൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രകോപിതരായി തന്നെയാണ് ഈ മാർച്ചിലെത്തിയത്. അല്പദൂരം മുമ്പിൽ ഓടി, അതായത് സാധാരണ നടന്ന് ഈ മാർച്ചിലേക്ക് വരുന്നതിന് പകരം ഈ പോലീസ് നിലയുറപ്പിച്ച ആ പ്രദേശത്തേക്ക് എത്തുമ്പോൾ ഓടി ഈ ബാരിക്കേഡിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ശക്തമായ സമരം ഈ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെ ഉണ്ടാവുന്നൊന്നും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശക്തമായ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഡിവൈഎസ്പിക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ എതിരെ തന്നെ ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നുണ്ട്. അതായത് ഡിവൈഎസ്പി ബാബു പെരിങ്ങയത്തിനെതിരെ ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കളും മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. പ്രകോപനപരമല്ലാതെയായിരുന്നു ഇന്നലെ പോലീസും അതുപോലെ തന്നെ ഡിവൈഎസ്പി ബാബു പെരിങ്ങയത്തും ഇത്തരത്തിൽ ഈ മാർച്ചിനകത്ത് ഇടപെട്ടത്. അങ്ങനെയാണ് ഇന്നലെ ഈ ഒരു സംഘർഷാവസ്ഥ ആശുപത്രിക്ക് മുന്നിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഇപ്പോൾ സമരം നടത്തുന്നതും ഈ പോലീസിൻ്റെ നരനായട്ടിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൂടിയാണ്. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ തുടർ പ്രതിഷേധങ്ങൾ, സമരങ്ങൾ ഈ വിഷയത്തിൽ മൻസൂർ കോളേജിലെ വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ ശ്രമത്തിന് തൊട്ടു പിന്നാലെ ഉണ്ടാവുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ അല്പസമയം ഇങ്ങനെ ഇരുവശത്ത് നിന്നുകൊണ്ട് പോലീസ് ഒരു വശത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു, അതിന് മറുവശത്തായി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ നിലയുറപ്പിക്കുന്നു, നടുവിൽ ബാരിക്കേഡ് നിലനിൽക്കുന്നു. ഇതിനിടയിൽ നിന്നുകൊണ്ട് പരസ്പരം മുദ്രാവാക്യം വിളികളിലും അല്ലെങ്കിൽ പരസ്പരം അത്തരത്തിൽ ഒരു പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തി നിലയുറപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. മറ്റ് സംഘർഷങ്ങളിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ബാരിക്കേഡ് ചാടിക്കടക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ പോലീസിന് ഏതെങ്കിലും തരത്തിൽ സമാധാനപൂർവമായ ഒരു പ്രതിഷേധമാണ് നമ്മളിപ്പോൾ അവിടെ കാണുന്നത്, അല്ലേ? ഇല്ല, തീർച്ചയായിട്ടും. അതായത് ഇന്നലെ ഈ മൻസൂർ ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള മാർച്ച് സംഘർഷഭരിതമായിരുന്നു. ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് വന്നു. അപ്പോൾ തന്നെ പോലീസിൻ്റെ ആ ഒരു സുരക്ഷാ കവചം മറികടക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചു. പിന്നാലെ തന്നെ അതൊരു സംഘർഷത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. പക്ഷേ ഇന്നിപ്പോൾ അത്തരമൊരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ വലിയ ഒരു പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്കോ ഒന്നും തന്നെ കാര്യങ്ങൾ എത്തുന്നില്ല. ഒരു സമാധാനപരമായി വരുന്നു. പോലീസിനെതിരെ അതുപോലെ തന്നെ മൻസൂർ ആശുപത്രിയിലുള്ള ഈ വിഷയത്തെക്കുറിച്ചുള്ള മുദ്രാവാക്യം ഉൾപ്പെടെ ഉയർത്തുന്നു. അവിടെ നിന്നും പ്രവർത്തകർ ഇപ്പോൾ പ്രസംഗം ഉൾപ്പെടെ, അതായത് പോലീസിനോട് പറയാനുള്ള കാര്യങ്ങൾ അതിരൂക്ഷമായി തുടരുക. എന്താണ് തുടർ നീക്കം എന്ന് നിരീക്ഷിക്കുക.